രക്തം ചിന്തി ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-1 വെളിപ്പാട് 21:1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. എല്ലാം കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. യഹോവ കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. അതാണ് നമ്മുടെ ചിന്താ വിഷയം. കഴിഞ്ഞ 2-3 പ്രാവശ്യങ്ങളിലായിട്ട് പുതിയ ഹൃദയം, പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, പുതിയ ആത്മാവ്, 4 കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായി ചിന്തിച്ചു. സകലവും പുതുതാക്കുന്നതിനാണ് ദൈവം. സകലവും പുതുതാക്കും, നമ്മയും പുതുതാക്കും. നിങ്ങൾ വിശ്വസിക്കൂ? ഇന്ന് നിങ്ങൾ നീറുന്ന മനസ്സോടെ ആയിരിക്കും വന്നത്, കരയുന്ന ഹൃദയത്തോടെ ആയിരിക്കും വന്നത്, ഏങ്ങടിക്കുന്ന ഉള്ളത്തോടെ ആയിരിക്കും നിങ്ങൾ വന്നത്. ഇന്ന് പല പ്രശ്നങ്ങളുടെയും മുന്നിൽ മനസ്സ് നൊന്ത് വിങ്ങിയായിരിക്കും വന്നത്. കടഭാരത്തിൽപ്പെട്ട് അഴന്ന് വെളഞ്ഞ് വിഷമിച്ചായിരിക്കും വന്നത്. ചില ഊരാക്കുരുക്കൽപ്പെട്ട് മനസ്സ് വിഷമിച്ച് ആകുലപ്പെട്ടായിരിക്കും വന്നത്. എന്നാൽ പുതുക്കി തരാമെന്ന് പറയുന്നു. പുതുക്കാം, സകലവും പുതുതാക്കും, സകലവും പുതുതാക്കുന്നു. പുതിയ ഹൃദയം തരാം. അത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. പുതിയ ഹൃദയം തരാം, നമുക്കൊരു പുതിയ ഹൃദയം ലഭിക്കും. ഇന്നത്തെ കഠോര ഹൃദയം മാറും, കല്ലായുള്ള ഹൃദയം മാറും, ഒരു സൗമ്യതയുള്ള ഹൃദയം നമുക്ക് ലഭിക്കും. അഹങ്കാരം മാറും, അഹങ്കാര ഹൃദയം മാറും. ഇന്നത്തെ നമ്മുടെ തന്നിഷ്ടങ്ങളുള്ള ഹൃദയം മാറും, ധിക്കാരമുള്ള ഹൃദയം മാറും. ഇല്ലേ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു തനിക്ക് താൻ പോരുമയില്ലേ, ഒരു സെൽഫ് സഫിഷ്യൻസി ഇല്ലേ? ഞാനൊക്കെ കാര്യം നേടിക്കൊള്ളാം, അതിന് ഞാൻ മതി. ഒരു സെൽഫ് സഫിഷ്യൻസി, തനിക്ക് താൻ പോരുമ, എല്ലാം മാറണം, മാറണം, മാറും. പുതുതാക്കും, സകലം പുതുതാക്കും. പുതിയ ഹൃദയം ലഭിക്കും, പുതിയ സൃഷ്ടിയായിത്തീരും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. പുതിയ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടി. ഒരു ശിശു ജനിച്ചു പോലെ ശിശു മനസ്സ് വരും, പുതിയ സൃഷ്ടിയായിത്തീരും. വരും. നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾ സന്തോഷിക്കുക, അത്ഭുതത്തോടെ ഓർക്കുക. ഇതൊക്കെ ഞാൻ ഓർത്തില്ല, ഓർത്താൽ ഇത്രയും ഇങ്ങനെ പുതിയ സൃഷ്ടിയായിത്തീരും എന്ന് പറയുന്നത്. പുതിയ സൃഷ്ടിയായിത്തീരും. പഴയ പ്രവണതകളെല്ലാം മാറും, പഴയ സ്വഭാവമെല്ലാം മാറും. പഴയ സ്വഭാവം എപ്പോഴും ചുണ്ടിപ്പിടിക്കുന്ന സ്വഭാവം, എപ്പോഴും മരിച്ചപ്പെടുന്ന സ്വഭാവം, എപ്പോഴും ആഘോഷി പിടിക്കുന്ന സ്വഭാവം, എപ്പോഴും ഭാര്യയോട് കൽപ്പിക്കുന്ന സ്വഭാവം, എപ്പോഴും പിള്ളേരോട് വഴക്കടിക്കുന്ന സ്വഭാവം, എപ്പോഴും മാതാപിതാക്കളെ ധിക്കരിക്കുന്ന സ്വഭാവം, മാതാപിതാക്കളെ അനുസരിക്കാത്ത സ്വഭാവം, എന്നുകൊണ്ട് എന്തെല്ലാം പഴയ സ്വഭാവം അതെല്ലാം മാറും. ഒരു പുതിയ സ്വഭാവം തരും. ഇതുവരെയുള്ളതെല്ലാം പുതുതാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. കർത്താവ് ഒന്ന് പുതുതാക്കണം, എനിക്ക് ഒരു പുതിയ സൃഷ്ടിയാകണം, ഒരു പുതിയ ഹൃദയം വേണം. ഒരു പുതിയ ഹൃദയം വേണം, പുതിയ സൃഷ്ടിയാകും. മൂന്നാമതും ചിന്തിച്ചത് പുതിയ മനുഷ്യനായിത്തീരും. പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി തീരുന്നു. ഒരു പുതിയ മനുഷ്യനായി തീരുന്നു. ആകും, വേണമെങ്കിൽ ആഗ്രഹിച്ചാലാകും, തരും, കർത്താവ് തരും. നാലാമതായി ഞങ്ങൾ ചിന്തിച്ചത് പുതിയൊരാത്മാവ്. ഇതുവരെ ഭരിച്ചിരുന്നത് ദുരാത്മാവാണ്. ഇതുവരെ ഭരിച്ചിരുന്നത് പൈശാചികൻ്റെ ആത്മാവാണ്. ഇതുവരെ നമ്മെ നടത്തിയിരുന്നത്, നമ്മെ നിയന്ത്രിച്ചിരുന്നത് പൈശാചിൻ്റെ ആത്മാവാണ്. പുതിയൊരാത്മാവ് ലഭിക്കും. ഇന്ന് ചിന്തിക്കാനുള്ളത് ചില കാര്യങ്ങളുണ്ട്. 1, പുതിയൊരു വഴി. 2, പുതിയ ശക്തി. 3, പുതിയ നഗരം. 4, പുതിയ ആകാശഭൂമികൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് പുതിയ വഴിയെക്കുറിച്ച് ചിന്തിക്കാം. പുതിയ വഴി. ദൈവത്തിന് സ്തോത്രം. പുതിയ വഴി. ഇതുവരെ നടന്നൊരു വഴിയുണ്ട്. ആ വഴി വിട്ട് നാം ഒരു പുതിയ വഴിയിലൂടെ നടക്കും. പുതിയ വഴി എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് മാറുമെന്നല്ല, അല്ലല്ലോ. അത് നമുക്ക് മനസ്സിലാവില്ലേ? നമ്മുടെ റോഡോ നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന ഗേറ്റോ ഒന്നും മാറില്ല. പുതിയ വഴിയായിരിക്കും. പുതിയ വഴി. എന്തോ ഒരു പുതുമ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. നമുക്കൊരു പുതുമയുടെ ശക്തി, പുതുമയുടെ ഒരു സുഖം, പുതുമ. വായിക്കാം എബ്രായ ലേഖനം 10-17 അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ,
യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, ജീവനുള്ള പുതുവഴി ക്രിസ്തു പ്രതിഷ്ഠിച്ചത്. തൻ്റെ ശരീരം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച പുതിയ ജീവനുള്ള പുതുവഴി. അങ്ങനെ അതിൽ കൂടി തൻ്റെ രക്തത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തിയില്ല. നീണ്ടൊരു വാക്യമാണ്. യേശു തൻ്റെ ദേഹം തിരശ്ശീലയിൽ കൊണ്ട് പുതിയ വഴി സൃഷ്ടിച്ചു. ദേഹം തിരശ്ശീല, ആ തിരശ്ശീല കീറി വിശുദ്ധ സ്ഥലത്തേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് കിടക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രിസ്തുവിൻ്റെ തിരുഹൃദയം പിളർന്നു, ക്രിസ്തുവിൻ്റെ തിരുശരീരം പിളർന്നു. ആ പിളർന്ന തിരുവിലാവിൽ കൂടി ഏതൊരു ഭാവിക്കും അകത്തേക്ക് പ്രവേശിക്കാം. എങ്ങോട്ട്? ദൈവാലയത്തിലേക്ക്. ഈ ഭൂമിയിലെ കാണുന്ന ദൈവാലയമല്ല, സ്വർഗീയ ദൈവാലയത്തിലേക്ക്, നിത്യനായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചു വയ്ക്കുന്ന ഈ കാലത്ത് തന്നെ സാധിക്കേണ്ടതാണ്. ഇവിടെ വച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ സമ്പാദിച്ചു വയ്ക്കണം. ആ ജീവനുള്ള പുതുവഴിയിൽ കൂടി നമുക്ക് പ്രവേശിക്കണം, അകത്തേക്ക് പ്രവേശിക്കണം. ജീവനുള്ളൊരു പുതുവഴി. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള പുതിയ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കൂടിയാണ് പുതുവഴി. ശരീരം കീറിയതിൽ കൂടി, ആ തിരുമുറിവുകളിൽ കൂടി ഒരു പുതുവഴി സൃഷ്ടിച്ചു. ആ രക്തത്താൽ നാം തള്ളിക്കപ്പെട്ടവരായി തീർന്നു, നാം വിശുദ്ധരായിത്തീരുന്നു. സ്തോത്രം. നാം ഭാവികളാണ്, സ്വതേ ഭാവികളാണ്. ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നാം സ്വതേ ഭാവികളാണ്. ഇന്ന് സ്വതേ നമുക്ക് നന്മയൊന്നുമില്ല, നന്മയെന്ന് പറയാൻ ഒന്നുമില്ല. പക്ഷേ നാം ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ നാം കഴുകപ്പെട്ടവരായി തീരുമ്പോൾ ആ പുതുവഴിയിലൂടെ നമുക്ക് പ്രവേശനം കിട്ടും. അതോ ദൈവ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം കിട്ടും, സ്വർഗീയ മഹോന്നത സ്ഥാനത്തേക്ക് പ്രവേശനം കിട്ടും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ ചെല്ലാം. ആർക്ക് ചെല്ലാം? കൊടും ക്രൂര പദവിക്കും എൻ്റെ പാവം വിട്ടുപേക്ഷിച്ച് അനുതാപത്തോടെ കടന്നു ചെല്ലാം. ഈ പുതുവഴി സൃഷ്ടിച്ചിരിക്കുകയാണ്, പുതിയൊരു വഴി സൃഷ്ടിച്ചു. ഇവരെയും ആ വഴിയെ ആർക്കും പോകാവുന്നതായിരുന്നില്ല. അത് വിശുദ്ധ വഴിയാണ്. ഒരശുദ്ധതയിൽ കൂടി കടന്നു പോവുകയില്ല. അതുകൊണ്ട് അശുദ്ധിയോടെ നീ യാത്ര പറഞ്ഞാൽ, പാവമില്ലാത്ത ജീവിതത്തിന് തീരുമാനം എടുത്താൽ ഈ പുതിയ വഴിയിലൂടെ നമുക്ക് പ്രവേശിക്കാം. പുതിയ വഴി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കർത്താവിൻ്റെ തിരുപ്രവിയോട് ചേർന്ന് വിദ്വാൻമാർ വന്നത്, കേൾക്കുന്ന വിദ്വാൻമാർ വന്നത്, വിദ്വാൻമാർ 3 പേര് വന്നു. യഹൂദന്മാരുടെ രാജാവ് ആയി പിറന്നുള്ളതാണ് അവർക്ക് കിട്ടിയ വിവരം. രാജാവ് പിറന്നിരിക്കുന്നു. രാജാവായി ഒരാൾ പിറന്നിട്ടുണ്ട്. രാജാവ് പിറക്കുന്ന കൊട്ടാരത്തിലല്ലേ? നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ചോദിച്ചു, ഹെരോദാൻ എന്നോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവ്, ഇവിടെ ആരും പിറന്നിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഞങ്ങൾ അവൻ നക്ഷത്രം കിഴക്ക് കണ്ടു, അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ വെറുതെ വന്നതല്ല, ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഗൈഡൻസ് കിട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, വ്യക്തമായ നടത്തിപ്പ് കിട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. യഹൂദൻ രാജാവായി പിറന്നവൻ എവിടെ? ഹെരോദാവ് അമ്പരന്നു. അപ്പം ഞാൻ അറിയാതെ ഒരുത്തൻ രാജാവാകാനായിട്ട് വിളിച്ചു. അപ്പോൾ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹെരോദാവ് അവിടെ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നതായി മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാരും അല്ലെ പണ്ഡിതന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാരോട് ചോദിച്ചു, ഈ എവിടെയായി യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നത്? എവിടെയാണ് ജനിക്കുന്നത്? അവർ പുസ്തകം മറിച്ച് നോക്കി. ബേത്ലഹീമിലാണ് പിറക്കുന്നത്. നേരത്തെ തന്നെ അതൊക്കെ തെളിവായ സംഗതികളാണ്. ബേത്ലഹീമിൽ പിറക്കുന്നത് പറഞ്ഞു. ഉടനെ ഹെരോദാവ് രഹസ്യമായിട്ട് ആളെ അയച്ചു, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നേക്കുക. പിന്നെ ഇപ്പോൾ യഹൂദരാജമായി പിറന്നവനെ കൊല്ലുമല്ലോ, എൻ്റെ രാജസ്ഥാനത്തിന് കുഴപ്പം വരില്ലല്ലോ, എൻ്റെ പദവിക്ക് കുഴപ്പം വരില്ലല്ലോ, കൊല്ലാൻ പറഞ്ഞു. നോക്കണേ,
ഈ വിദ്വാൻമാരല്പം വഴുതിട്ട് വന്നുകൊണ്ട് എത്രയോ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് കിട്ടി പുറപ്പെട്ടവർ അവരുടെ വഴിതെറ്റ് വന്നതുകൊണ്ട് എത്രയോ പേർക്ക് നഷ്ടം വന്നു. ദൈവത്തോട് എടുക്കാൻ ശ്രമിച്ചവർക്ക് വഴിതെറ്റി വന്നുകൊണ്ട് അവർക്ക് തെറ്റുപറ്റിയതുകൊണ്ട് എത്രയോ പേർക്ക് നഷ്ടം വന്നു. സങ്കടകരമല്ലേ? എത്രയോ പേർക്ക് നഷ്ടം വന്നു. പടയാളികൾ ഓരോ വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങൾ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ നോക്കി എല്ലാത്തിനും കൊല്ലുകയാണ്. യഹൂദ രാജാവായി പറഞ്ഞവൻ എവിടെയെന്നാ ചോദ്യം. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവനെ കൊന്നുകളയണമെന്നാണ് ഹെരോദാന്റെ ഉദ്ദേശം, രാജാവിൻ്റെ ഉദ്ദേശം. രാജാവോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് എന്നെ അറിയിക്കണം. നിങ്ങൾ പോയി ആരാധിച്ചിട്ട് നമസ്കരിച്ചിട്ട് തിരിച്ചു വന്ന് എന്നെ അറിയിക്കണം. എനിക്കും പോയി ആരാധിക്കണം. പച്ചക്കള്ളമല്ലേ, തന്ത്രമല്ലേ, കൊല്ലം പറഞ്ഞാൽ പറയുന്നത്. നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് എനിക്കും പോയി ആരാധിക്കണം. പക്ഷേ അവർക്ക് സ്വർഗീയമായ ഒരു ദർശനം കിട്ടി. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ഇനി ആ വഴിയെ പോരണ്ട, ഇങ്ങോട്ട് തിരിച്ചു പോരണ്ട. അവർ വേറെ വഴിയായി പോയി. സ്തോത്രം. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയിലേക്ക് അടുത്താൽ വേറെ വഴിയായി പോകും. ക്രിസ്തുവിൻ്റെ പാദം ചുംബിച്ചാൽ വേറെ വഴിയായി പോകും, വഴിമാറും. വളരെ ദയനീയമായ ഒരു ചുറ്റുപാടിലായിരുന്നല്ലോ ഞാൻ ചെറുപ്പകാലത്ത്. സ്കൂളിൽ പഠിച്ചതും ഒക്കെ എല്ലാം വളരെ ദയനീയമായ ചുറ്റുപാട്. 17-ാമത്തെ വയസ്സിൽ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ വഴിമാറി. അതുവരെ വേണ്ടാതിനൊന്നും പോയിട്ടില്ല കേട്ടോ. ഭാഗ്യം ഒരു കാരണം വേണ്ടാതിന് എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അതാണ് ഭാഗ്യവശാൽ അങ്ങനെ ഒരു കൃപയില കർത്താവിനെ നിർത്തിയത്. അതിനകത്ത് കൂട്ടുകെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേണ്ടാത്ത ദുശ്ശീലങ്ങൾ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റപ്പെട്ട പാവം ചെറുപ്പക്കാരൻ, ഒരു ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ ശുദ്ധ കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. ശുദ്ധ കൺട്രി, പരിഷ്കാരമൊന്നുമില്ല. ഞങ്ങളുടെ നാട് ആ കാലത്തൊക്കെ പരിഷ്കാരം ഉണ്ടായിരുന്നില്ല. തീരെ പരിഷ്കാരമില്ലായിരുന്നു. മുഴുവൻ കാടും പടലും വനവും എല്ലാം കുറ്റിക്കാടുകളും, മലയെല്ലാം പാടത്തെ കൃഷിക്ക് ചവറ് മുറിക്കാനിട്ടിരുന്ന മലകൾ. വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കശുമാവ് ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്ന് കശുവണ്ടി കിട്ടും നാട്ടിലൊരിക്കൽ. ഇങ്ങനെ മലയുണ്ടായിരുന്നു, കുറേയേറെ സ്ഥലമുണ്ടായിരുന്നു. ഇതൊന്നും 10-12 ഏക്കർ ഉണ്ടായിരുന്നു തോന്നുന്നു. ആ കാലങ്ങളിൽ എന്തുകൊണ്ടോ എൻ്റെ ഹൃദയം നീറിക്കൊണ്ടിരുന്നപ്പോൾ, ഇനി അപ്പനില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ വലഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, എൻ്റെ അന്തർമുഖത്വ നിമിത്തം, എൻ്റെ നിരാശ നിമിത്തം, അപകർഷതാബോധ നിമിത്തം തളർന്നവനായി ഞാൻ ഇരുന്നപ്പോൾ, സ്തോത്രം, ഒരു വചനം കേട്ടു. വചനം കേട്ടപ്പോൾ വഴിമാറി, ക്രിസ്തുവിനെ കണ്ടെത്തി. ഈ വിദ്വാൻമാർ അവർ ക്രിസ്തുവിനെ കണ്ടെത്തി, ക്രിസ്തുവിനെ നമസ്കരിച്ചു. മൂരും കുന്തിരിക്കവും പൊന്നും കാഴ്ചവെച്ചു. പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. കാഴ്ചവസ്തുക്കൾ അവർക്ക് മനസ്സിലായി. ഈ കേവലം കീറ്റുശീലയിൽ കിടക്കുന്ന ഈ ശിശു രാജാധിരാജാവാണെന്ന് മനസ്സിലായി. സാക്ഷാൽ ദൈവമാണെന്ന് മനസ്സിലായി. ഇവൻ സാക്ഷാൽ പ്രവാചകനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് മൂര് കാഴ്ചവെച്ചു. ഇവൻ സാക്ഷാൽ പുരോഹിതനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കുന്തിരിക്കം കാഴ്ചവെച്ചു. ഇവൻ സാക്ഷാൽ രാജാവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പൊന്ന് കാഴ്ചവെച്ചു. വിദ്വാൻമാർ അവർക്ക് മനസ്സിലായി ഇതാരാണ് ഈ കിടക്കുന്നതെന്ന്. കേവലം ആരോരുമില്ലാത്തൊരു ശിശുവിനെ പോലെ, തലയാക്കി ഇടമില്ലാത്തതിനെ പോലെ, മേൽപ്പുരയില്ലാത്ത സ്ഥലത്ത് കിടന്ന് വെറും കൽടാവിൽ ജനിച്ച് പശുത്തൊട്ടിൽ കിടത്തിയ ഈ ശിശു സാധാരണക്കാരനല്ല, പ്രവാചകനാണ്, പുരോഹിതനാണ്, രാജാവാണെന്നവർക്ക് മനസ്സിലായി. വിദ്വാൻമാർക്ക് മനസ്സിലായി. അവൻ മടങ്ങി കഴിഞ്ഞപ്പോൾ ഹെരോദാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയില്ല, വേറെ വഴിയായി പോയി. വേറെ പുതിയ വഴി. ദൈവമക്കളെ, നിങ്ങൾക്ക് പുതിയ വഴി തിരഞ്ഞെടുക്കാം. പുതിയ വഴി. ദൈവത്തിന് സ്തോത്രം. അനേകം പേര് പുതിയ വഴി തിരഞ്ഞെടുത്തവരുണ്ട്. ഞാൻ ഈ ആദ്യ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ട കുറച്ച് ശ്രേഷ്ഠരായ ദൈവമക്കളുണ്ട്. അവരെല്ലാം പുതിയ വഴി തിരഞ്ഞെടുത്തവരാണ്. ഞാൻ കണ്ടു അവരുടെ ജീവിതം. വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർക്ക് ആത്മാവുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവുണ്ടായിരുന്നു, വചനം ഉണ്ടായിരുന്നു. വചനത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരുന്നവരാണ് അവർ. അവരുമായി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആവേശം കൊണ്ടിരുന്നു. അവരെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. വ്യക്തിപരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ നേരം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പള്ളിയിൽ 4:30 സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ അവർ അവിടെ ഇരിക്കും എനിക്ക് വേണ്ടി. സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ രാത്രിയാവും.
അതാകുമ്പോൾ ഞാൻ തനിയെ പോകാൻ എനിക്ക് പേടിയാണെന്ന് വിചാരിച്ച് അവർ എന്നെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെയുള്ള വിശുദ്ധന്മാരായ ദൈവമക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. ഒരു നാടിൻ്റെ സ്വത്ത് വിശുദ്ധന്മാരുണ്ടോ എന്നുള്ളതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ലളിതമായിട്ട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു വിശുദ്ധനായിട്ട് ശുദ്ധിമതിയായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വരുംകാല തലമുറ നിങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ വിശുദ്ധിയുള്ള ഒരു പിതാവ് ഉണ്ടായിരുന്നു, വിശുദ്ധിയുള്ളൊരു മാതാവ് ഉണ്ടായിരുന്നു എന്ന് പറയുമോ? ഞങ്ങളുടെ കുടുംബത്തിൽ വരുംകാലത്ത് നിങ്ങൾ പറയാൻ, വരുംകാലത്ത് കർത്താവിൻ്റെ അവർ താമസിക്കുന്നെങ്കിൽ വരുംകാലത്ത് നിങ്ങളുടെ മക്കളുടെ മക്കൾ അല്ല അവരുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട് ഒരു വിശുദ്ധിയുള്ള പുരുഷൻ ഉണ്ടായിരുന്നു, ഒരു വിശുദ്ധിയുള്ള സ്ത്രീ ഉണ്ടായിരുന്നു, പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പറയിക്കണം. അത് നിങ്ങളുടെ ഒരു ചലഞ്ചായിട്ട്, നിങ്ങളുടെ ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കണം. ഇത് ഞാൻ ചെയ്യും, ഇത് ഞാൻ ചെയ്തിരിക്കും, തീരുമാനിക്കൂ. പുതിയ വഴിയെ നടന്നാൽ വിശുദ്ധരായി തീരാം. വിശുദ്ധ വഴിയായി പുതിയ വഴി, പുതിയ വഴി, വിശുദ്ധിയുടെ ഒരു നാഷണൽ ഹൈവേ, വിശുദ്ധിയുടെ ഒരു ഹൈവേ ആയിട്ട് അതിൽ കൂടി നാം പോകണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയും ദൈവസ്നേഹവും കൈമുതലായിക്കൊണ്ട് എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് പുതിയ വഴിയിലൂടെ പോകാൻ താല്പര്യമുണ്ടോ? സിംഹാസനത്തിരിക്കുന്നതിന് അരുളി ചെയ്തു, ഞാൻ സകലവും പുതുതാക്കുന്നു. കണ്ടാൽ ഞാൻ സകലവും പുതുതാക്കുന്നു. പുതിയ വഴിയിൽ കൂടെ നടത്തും, സകലവും പുതുതാക്കും. ഇതുവരെ നടന്ന വഴികൾ വിട്ടു, ഇതുവരെ പോയ വഴികൾ വിട്ടു. പുറമെയുള്ള വഴികൾ മാത്രമല്ല, പോയ മാർഗങ്ങളെല്ലാം. സ്കൂളിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സഹപാഠികൾ ഒരു പുതിയ വഴിയിൽ കൂടി നടക്കുന്ന മനുഷ്യനാണ് നിങ്ങളെക്കുറിച്ച് പറയണം. സംതിങ് സ്പെഷ്യൽ ഇൻ ഹിം. അവൻ എന്തോ പ്രത്യേകതയുണ്ടെന്ന് മറ്റു കുട്ടികൾക്ക് തോന്നണം. മക്കളെ, നിങ്ങളോടും ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു സൽപ്പേരുണ്ടാക്കാമോ? സ്കൂളിൽ സൽപ്പേരുണ്ടാക്കുക, സ്വന്തം അവൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് പറയത്തക്കവണ്ണം. നിങ്ങളുടെ കോളേജിൽ അല്ല, ഈവൻ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് സംതിങ് സ്പെഷ്യൽ എന്തോ ഉണ്ട് കേട്ടോ. ആൾ സാധാരണ അല്ല. ഐ പെർസീവ് ദിസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ഇത് എന്തോ, ഇത് ദൈവത്തിൻ്റെ പുരുഷനാണ്. ഹോളി മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുരുഷനാണ്. ഐ പെർസീവ് ദറ്റ് ഇസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പുരുഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ തോന്നുന്നു. പറയേണ്ടത് നിങ്ങളെക്കുറിച്ച് വിശുദ്ധ വഴിയിൽ കൂടി നടക്കാൻ തുടങ്ങുക. തെറ്റായ വഴിയിൽ വിട്ടുമാറുക, തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറുക, അശുദ്ധമായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറുക, അരുതാത്ത കൂട്ടുകെട്ടുകളെല്ലാം മാറുക, ബന്ധങ്ങളെല്ലാം മാറുക. അതും വളരെ വിനയത്തോടെ മാറുക, അല്ലാതെ നിങ്ങൾ വലിയ അഹങ്കാരികളായിട്ടല്ല. നിങ്ങൾ ഓരോരുത്തരും പുതിയ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നതായി തീരട്ടെ. പുതിയ വഴി കണ്ടാൽ ഞാൻ സകലവും പുതുതാക്കുന്നു, ഞാൻ സകലവും പുതുതാക്കുന്നു, പുതിയ വഴി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നടത്തുന്നൊരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കൂ. കൊടുക്കൂ, അങ്ങോട്ട് മുഴുവൻ ജീവിതം അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കൂ. അതാവേ, നീ എൻ്റേതല്ല, ഞാൻ നിൻ്റേതാണ്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? യേശു, ഇനി ഞാൻ എൻ്റേതല്ല, ഇനി ഞാൻ നിൻ്റേതാണ്, നിൻ്റേത് മാത്രം. സ്വന്തം കാര്യപരിപാടിയില്ല, സ്വന്തം പദ്ധതിയില്ല, സ്വന്തം പ്ലാനില്ല, സ്വന്തം ആഗ്രഹമില്ല, സ്വന്തം ഇഷ്ടമില്ല, സ്വന്തം താല്പര്യങ്ങളില്ല. കർത്താവ് എല്ലാം, എവരിതിങ് എല്ലാം നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആത്മാവ് നടത്തുന്നത്. ആത്മാവ് നടത്തും നിങ്ങൾ നടത്തും, പരിശുദ്ധാത്മാവ് നടത്തും. നിങ്ങൾ ഭാഗ്യശാലികളായി തീരും. മക്കളെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഭാഗ്യശാലികളാണ്. ജീവൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നതിന് പ്രകാരം നിങ്ങൾ പുതുതായി തീർന്നാൽ നിങ്ങൾ ഭാഗ്യശാലിയായി തീരും. ഒരു നാൾ കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ, കർത്താവിൻ്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ, കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ, പ്രധാനനായ മീഖായേലിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, അപ്പോൾ ആ വലിയൊരു ഉച്ചസ്ഥായിയായ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശരീരം മാറുന്നു. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ശരീരം മാറുന്നു, പെട്ടെന്ന് രൂപാന്തരപ്പെടുന്നു, പറക്കുന്നു. കുറേ പേരെ കാണാനില്ല. വിശുദ്ധ പത്രത്തിൽ കാണും, വലിയൊരു സംഭവം നടന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കുറേ ആളുകളെ കാണാതായിരിക്കുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. ഒരു വലിയ ഭൂകമ്പം പോലെ എന്തോ തോന്നി, വലിയ ശബ്ദമെല്ലാം ഉണ്ടായി, വലിയ മുഴക്കമുണ്ടായി. കുറേ പേരെ കാണുന്നില്ല. എന്ത് സംഭവിച്ചത് അറിയാൻ പാടില്ല. ഡെഡ് ബോഡി കാണുന്നില്ല. എങ്ങോട്ട് പോയി?
എങ്ങോട്ട് പോയി? ശരീരം മാറിപ്പോയി, ശരീരം രൂപാന്തരപ്പെട്ടു, അവർ പറന്നു. ഈ ശരീരം മണ്ണിലേക്ക് ആകർഷണമുള്ള ശരീരം അത് വിട്ടു വിണ്ണിലേക്ക് ആകർഷണമുള്ള ആത്മീയ ശരീരം പ്രാപിച്ചു. അങ്ങ് പറന്ന് ഉല്ലസിക്കുന്നു, അങ്ങ് പറക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തേരിൽ പറന്നുയരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിയുടെ തേരിൽ പറന്നുയരുന്നു. ആ പരിശുദ്ധാത്മാ തേരിൽ പറന്നുയരുന്ന വിശുദ്ധന്മാർ, അവർ വിശുദ്ധന്മാർ മാത്രമേ പറന്നുയരുള്ളൂ, എല്ലാത്തവരെല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെടും. അന്ന് രണ്ടുപേർ കിടക്കയിലായിരിക്കും, രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരിയിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തി ഉപേക്ഷിക്കും, മറ്റുള്ള സ്വീകരിക്കും. രണ്ടായി തിരിയും. ചിലർ ഭൂമിയിലുണ്ടായിരിക്കും, അവർ ഉപേക്ഷിക്കപ്പെട്ടു, മറ്റുള്ളവരോ പറന്നു പോകും. സ്നേഹിതരെ, നിങ്ങൾ പറന്നു പോകാൻ ഒരുങ്ങിയോ? എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ ആകാശമേഘങ്ങളിലൂടെ പറന്നു പോകാൻ ഒരുങ്ങിയോ? രാജാതിരാജൻ്റെ സന്നിധിയിലേക്ക് ആത്മശരീരം പ്രാപിച്ച് പുതുശരീരം പ്രാപിച്ച് പറക്കാൻ ഒരുങ്ങിയോ? പുതിയ വഴിയിൽ കൂടി നിങ്ങൾ നയിച്ചുകൊണ്ട് പോകാൻ കർത്താവ് വരുന്നു. പുതിയ ആത്മാവ് നിങ്ങൾക്ക് തരുന്നു, പുതിയ ശക്തി നിങ്ങൾക്ക് തരുന്നു, പുതിയ കർമ്മ നിങ്ങൾക്ക് തരുന്നു, പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു, പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു, പുതിയ ഹൃദയം തരുന്നു. എല്ലാം കണ്ടാലും സകലവും പുതുതാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്നെ പുതുതാക്കണമേ, എന്നെ മുഴുവനായി പുതുതാക്കണമേ, മുഴുവനായി പുതുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മക്കളെ ഇവിടെ നിന്ന് വാഴ്ത്തണമേ, ഈ മക്കളെ ഇവിടെ അനുഗ്രഹിക്കണമേ. നീറിപ്പോകുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം പകരണമേ. മനസ്സ് നൊന്തിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. കുടുംബസമാധാനം പോയവർക്ക് കുടുംബസമാധാനം നൽകണമേ. ഭാവിയെക്കുറിച്ച് ഇരുളടഞ്ഞ രീതിയിലിരിക്കുന്നവർക്ക് ഭാവി പ്രകാശമാനമാക്കി കൊടുക്കണമേ. അനുഗ്രഹം പകരണമേ, കാത്തുകൊള്ളണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.